ഡിയർ സ്റ്റുഡൻസ്, നമുക്കിന്ന് ഒരു സോളിനോയിഡിനകത്ത് ഇൻഡ്യൂസ്ഡ് EMF ഉണ്ടാകുന്ന ഫിനോമിനാണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ ഇവിടെ നമുക്കൊരു സോളിനോയിഡ് തന്നിട്ടുണ്ട്. ഒരു കോയിലോ ആണ്, കോപ്പർ കോയില് ചുറ്റിയെടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ സോളിനോയിഡിനകത്തൂടി ഒരു കറണ്ട് ഫ്ലോ ചെയ്യുന്നു എന്ന് വിചാരിക്കാം. നിങ്ങൾക്കറിയാം, ഈ കറണ്ട് ഈ കോയിലിനകത്തൂടെ ഫ്ലോ ചെയ്യുമ്പോൾ ഈ കറണ്ടിൻ്റെ ഇൻറ്റൻസിറ്റിക്ക് പ്രൊപ്പോർഷണലായ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഈ കോയിലിനകത്ത് പ്രൊഡ്യൂസ് ചെയ്യപ്പെടും. ഇനി നമുക്ക് മറ്റൊരു കേസ് എടുക്കാം. അതായത് ആദ്യം ഈ കോയിലിലേക്കുള്ള കറണ്ട് സ്വിച്ച് ഓഫാന്ന് വിചാരിക്കുക, അല്ലെ ബാറ്ററി കണക്ട് ചെയ്തിട്ടില്ല എന്ന് വിചാരിക്കാം. അപ്പോൾ കറണ്ട് 0 ആണ്, കോയിലിനകത്ത് മാഗ്നറ്റിക് ഫീൽഡും 0 ആണ്. ഇനി നമ്മൾ ഈ ബാറ്ററി കണക്ട് ചെയ്യുന്നു, എന്നിട്ട് സ്വിച്ച് ഓൺ ചെയ്യുന്നു. അപ്പോൾ എന്താ സംഭവിക്കുക? സ്വിച്ച് ഓഫ് ആയിരുന്നപ്പോൾ കറണ്ട് 0 ആയിരുന്നു. സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ കറണ്ട് 0-ൽ നിന്ന് ഇൻക്രീസ് ചെയ്യാനായിട്ട് തുടങ്ങും. അങ്ങനെ കറണ്ട് പതിയെ പതിയെ ഇൻക്രീസ് ചെയ്ത് മാക്സിമത്തിലേക്ക് എത്താൻ ഒരു ചെറിയ സ്മോൾ ഇൻ്റർവൽ ഓഫ് ടൈം എടുക്കും. അപ്പോൾ ആ സമയത്ത് ബയോട്ട്സ് ലോ അനുസരിച്ച് നിങ്ങൾക്കറിയാം, ഈ കോയിലിനകത്തുണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡിൻ്റെ സ്ട്രെങ്ത് എന്ന് പറയുന്ന കറണ്ടിന് പ്രൊപ്പോർഷണലാണ്. അപ്പോൾ കറണ്ട് 0 ആയിരുന്നപ്പോൾ ഫീൽഡും 0 ആയിരുന്നു. ഇനി കറണ്ട് ചെറുതായിട്ട് ഇൻക്രീസ് ചെയ്യുമ്പോൾ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ സ്ട്രെങ്ത്തും എന്ത് ചെയ്യാൻ തുടങ്ങും? പയ്യെ പയ്യെ ഇൻക്രീസ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ കറണ്ട് 0-ൽ നിന്ന് മാക്സിമത്തിലേക്ക് ഇൻക്രീസ് ചെയ്യുമ്പോഴേക്കും ഈ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ സ്ട്രെങ്ത്തും 0-ൽ നിന്ന് മാക്സിമത്തിലേക്ക് ചേഞ്ച് ചെയ്യും, അല്ലെങ്കിൽ ഇൻക്രീസ് ചെയ്യും. ഇനി അങ്ങനെ ചേഞ്ച് ചെയ്യുന്ന ഒരു മാഗ്നറ്റിക് ഫീൽഡിനുള്ളിലാണ് നമ്മുടെ ഈ കോയിലിരിക്കുന്നത്, അല്ലേ? അപ്പോൾ ആ കോയിലിനകത്ത്, അതായത് ചേഞ്ച് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡിനുള്ളിലിരിക്കുന്ന ഈ കോയിലിൽ എന്തുണ്ടാകും? ഒരു ഇൻഡ്യൂസ്ഡ് EMF ഉണ്ടാകും. അതുമൂലം ഒരു ഇൻഡ്യൂസ്ഡ് കറണ്ടും പ്രൊഡ്യൂസ് ചെയ്യപ്പെടും. വാട്ട് ഈസ് ദ ഡയറക്ഷൻ ഓഫ് ദിസ് ഇൻഡ്യൂസ്ഡ് EMF? ദ ഡയറക്ഷൻ ഓഫ് ഇൻഡ്യൂസ്ഡ് EMF ഈസ് ഓൾവേസ് സച്ച് ആസ് ടു ഒപ്പോസ് ദ കോസ് പ്രൊഡ്യൂസിങ് ഇറ്റ്. ഇവിടെ എന്തായിരുന്നു കോസ്? മാഗ്നറ്റിക് ഫ്ലക്സ് ഇൻക്രീസ് ചെയ്യുന്നതാണ്. അതിന് കാരണം എന്തായിരുന്നു? കറണ്ട് ഇൻക്രീസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇൻഡ്യൂസ്ഡ് EMF ആ കോസിനെ ഒപ്പോസ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ കറണ്ടിൻ്റെ അളവ് ഇൻക്രീസ് ചെയ്യുന്നതിനെ ഒപ്പോസ് ചെയ്യുന്നു. അല്ലെങ്കിൽ ഇൻഡ്യൂസ്ഡ് EMF മൂലമുണ്ടാകുന്ന കറണ്ടിൻ്റെ ഡയറക്ഷൻ സർക്യൂട്ടിൽ നമ്മൾ അപ്ലൈ ചെയ്ത കറണ്ടിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും എന്ന് പറയാനായിട്ട് സാധിക്കും. ഇനി കറണ്ടിൻ്റെ അളവ് മാക്സിമം ആയി അത് സ്റ്റഡി ആയിട്ട് നിൽക്കുന്നു എന്ന് വിചാരിക്കാം. ഈ കറണ്ടിൻ്റെ അളവ് സ്റ്റഡി ആയിട്ട് നിൽക്കുമ്പോൾ അതിനകത്തുണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡിൻ്റെ സ്ട്രെങ്ത്തും കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കും. ദർ ഈസ് നോ ചേഞ്ച് ഇൻ ദ സ്ട്രെങ്ത് ഓഫ് ദ മാഗ്നറ്റിക് ഫീൽഡ്. അപ്പോൾ പിന്നെ ഈ കോയിലിനകത്ത് ഇൻഡ്യൂസ്ഡ് EMF ഉണ്ടാകുമോ? ഇല്ല. മാഗ്നറ്റിക് ഫീൽഡിൻ്റെ അളവ് കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുന്നിടത്തോളം കാലം ഇതിനകത്ത് ഇൻഡ്യൂസ്ഡ് EMF ഉണ്ടാവുകയും ഇല്ല. അപ്പോൾ കറണ്ട് മാക്സിമം ആയാൽ പിന്നീട് ഇൻഡ്യൂസ്ഡ് EMF ഉണ്ടാകുന്നില്ല. കറണ്ട് കോൺസ്റ്റൻ്റ് ആയിട്ട് സ്റ്റഡി ആയിട്ട് കണ്ടിന്യൂ ചെയ്യുകയും ചെയ്യും. ഇനി സ്വിച്ച് ഓഫ് ചെയ്യുക എന്ന് വിചാരിക്കുക. അപ്പോൾ എന്തായിരിക്കും സംഭവിക്കുക? സ്വിച്ച് ഓഫ് ചെയ്യുമ്പോൾ കറണ്ട് മാക്സിമം ആയിരുന്നത് പതിയെ കുറയാൻ തുടങ്ങും, അല്ലേ? അങ്ങനെ കുറഞ്ഞ് 0 ആകാൻ ചെറിയൊരു ടൈം ഇൻ്റർവൽ എടുക്കും. അപ്പോൾ ആ ഒരു ചെറിയ ടൈം ഇൻ്റർവെല്ലിൽ നിങ്ങൾക്കറിയാം, കറണ്ട് മാക്സിമത്തിൽ നിന്ന് 0-ലേക്ക് കുറയുമ്പോൾ ഇതിനുള്ളിലുള്ള മാഗ്നറ്റിക് ഫീൽഡിൻ്റെ സ്ട്രെങ്തും മാക്സിമത്തിൽ നിന്ന് 0-ലേക്ക് ഡിക്രീസ് ചെയ്യും. അങ്ങനെ വീണ്ടും ചേഞ്ച് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡിനുള്ളിൽ ഈ കോയിലിരിക്കുന്നത് മൂലം ഇതിനകത്ത് വീണ്ടും ഇൻഡ്യൂസ്ഡ് EMF പ്രൊഡ്യൂസ് ചെയ്യപ്പെടും. ഇപ്പോഴത്തെ ഇൻഡ്യൂസ്ഡ് EMFൻ്റെ ഡയറക്ഷൻ എങ്ങനെയായിരിക്കും? ഇവിടെ ഇൻഡ്യൂസ്ഡ് EMF ഉണ്ടാകാനുള്ള കാരണം കറണ്ടിൻ്റെ മാഗ്നിറ്റ്യൂഡ് കുറയുന്നതാണ്, മാഗ്നറ്റിക് ഫ്ലക്സ് കുറയുന്നതാണ്. അപ്പോൾ ഇൻഡ്യൂസ്ഡ് EMF എന്ത് ചെയ്യും? ഈ മാഗ്നറ്റിക് ഫ്ലക്സ് കൂട്ടാൻ ശ്രമിക്കും, അല്ലെങ്കിൽ സർക്യൂട്ടിലെ കറണ്ടിനെ, കുറയുന്ന കറണ്ടിനെ നിലനിർത്താൻ ശ്രമിക്കും എന്ന് നമുക്ക് പറയാൻ സാധിക്കും. അപ്പോൾ സർക്യൂട്ടിലെ കറണ്ട് കുറയുമ്പോൾ അത് നിലനിർത്തുക എന്ന് പറഞ്ഞാൽ കറണ്ട് ഫ്ലോ ചെയ്യുന്ന അതേ ഡയറക്ഷനിൽ തന്നെയായിരിക്കും ഇപ്പോൾ ഇൻഡ്യൂസ്ഡ് EMF മൂലമുള്ള കറണ്ടും ഫ്ലോ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു സർക്യൂട്ടിൽ കൂടിയുള്ള കറണ്ട് ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഗ്രോത്തിനെ ഒപ്പോസ് ചെയ്യുന്ന വിധത്തിലും, സർക്യൂട്ടിലെ കറണ്ട് കുറയുന്ന സമയത്ത് അതിൻ്റെ ഡീക്കേയിനെ ഒപ്പോസ് ചെയ്ത് അപ്ലൈഡ് കറണ്ടിനെ നിലനിർത്താൻ ശ്രമിക്കുന്ന വിധത്തിലും ഒരു കോയിലിനകത്ത് ഇൻഡ്യൂസ്ഡ് EMF ഉണ്ടാവും. എപ്പോഴും അപ്ലൈഡ് EMFന് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ഈ ഇൻഡ്യൂസ്ഡ് EMF ഉണ്ടാവുക. അതുകൊണ്ട് ഇതിനെ നമ്മൾ
ബാക്ക് EMF എന്നുകൂടി പറയും. അതുപോലെ ഈ കോയിലിൽ നമ്മൾ അപ്ലൈഡ് കറണ്ട് കൊടുക്കുമ്പോൾ ആ കറണ്ടിന് ചേഞ്ച് ഉണ്ടാകുന്ന സമയത്ത് അതിനകത്ത് ഇൻഡ്യൂസ്ഡ് EMF ഉണ്ടാവുകയും അതേ കോയിലിൽ തന്നെയാണ് എന്തുണ്ടാകുന്നത്, ഇൻഡ്യൂസ്ഡ് EMF ഉണ്ടാകുക. അത് അപ്ലൈഡ് കറണ്ടിനെ ഒപ്പോസ് ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ ഒരേ കോയിലിൽ തന്നെ EMF കൊടുത്ത് അതേ കോയിലിൽ തന്നെ ബാക്ക് EMF ഉണ്ടാകുന്ന ഈ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ സെൽഫ് ഇൻഡക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇനി എന്താണ് സെൽഫ് ഇൻഡക്ഷൻ? ഇപ്പോൾ ഇവിടെ നമ്മൾ കണ്ടു, ഈ സർക്യൂട്ടിൽ കറണ്ട് ഇൻക്രീസ് ചെയ്യുമ്പോൾ അതിൻ്റെ കറണ്ടിനെ ഗ്രോത്തിനെ ഒപ്പോസ് ചെയ്യുന്നു, കറണ്ട് കുറയുമ്പോൾ അതിൻ്റെ ഡീക്കേനെ ഒപ്പോസ് ചെയ്യുന്നു. അങ്ങനെ സർക്യൂട്ടിലെ കറണ്ടിൻ്റെ ഗ്രോത്തിനെയും അതിൻ്റെ ഡീക്കേനെയും ഒപ്പോസ് ചെയ്യുന്ന വിധത്തിൽ അതേ സർക്യൂട്ടിൽ തന്നെ ഇൻഡ്യൂസ്ഡ് EMF ഉണ്ടാകുന്ന ആ സർക്യൂട്ടിൻ്റെ ആ പ്രോപ്പർട്ടിയാണ് നമ്മൾ സെൽഫ് ഇൻഡക്ഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ DC കൊടുക്കുന്ന കാര്യമാണ് പറഞ്ഞത്. അപ്പോൾ DC കൊടുക്കുന്ന സമയത്ത് സ്വിച്ച് ഓൺ ചെയ്യുമ്പോഴും ഓഫ് ചെയ്യുമ്പോഴും മാത്രമേ എന്തുണ്ടാവുന്നുള്ളൂ, ബാക്ക് EMF ഉണ്ടാവുന്നുള്ളൂ. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ബാക്ക് EMF ഉണ്ടാവണമെങ്കിൽ എന്ത് ചെയ്തുകൊണ്ടിരിക്കണം, നമ്മൾ സ്വിച്ച് ഓൺ ചെയ്യണം, ഓഫ് ചെയ്യണം, വീണ്ടും ഓൺ ചെയ്യണം, ഓഫ് ചെയ്യണം, അങ്ങനെ കണ്ടിന്യൂ ചെയ്യേണ്ടി വരും. ഇപ്പോൾ DCക്ക് പകരം നമ്മളൊരു AC ആണ് കൊടുക്കുന്നതെങ്കിൽ എന്ത് സംഭവിക്കും? AC ആണെങ്കിൽ നമുക്കറിയാം ACയുടെ മാഗ്നിറ്റ്യൂഡ് എപ്പോഴും ചേഞ്ച് ചെയ്യുന്നതാണ്. 0യിൽ നിന്ന് മാക്സിമത്തിലേക്കും മാക്സിമത്തിൽ നിന്ന് 0യിലേക്കും പിന്നീട് ഓപ്പോസിറ്റ് ഡയറക്ഷനും അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചേഞ്ച് ചെയ്യുന്ന കറണ്ടാണ് AC കറണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു AC കറണ്ട് ഇതിനകത്ത് അപ്ലൈ ചെയ്താൽ ഈ കോയിലിനകത്തുള്ള മാഗ്നറ്റിക് ഫ്ലക്സും അതിന് ആനുപാതികമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ചേഞ്ച് ചെയ്യും. അതുമൂലം ഇതിനകത്ത് കണ്ടിന്യൂസ് ആയിട്ട് ഒരു ഇൻഡ്യൂസ്ഡ് EMFും പ്രൊഡ്യൂസ് ചെയ്യപ്പെടാനുള്ള സാധ്യതയുണ്ട്. ഈ ഇൻഡ്യൂസ്ഡ് EMF എപ്പോഴും സർക്യൂട്ടിലെ കറണ്ടിനെ ഒപ്പോസ് ചെയ്യുന്ന വിധത്തിലായിരിക്കും ആക്ട് ചെയ്യുക. അതുമൂലം അപ്ലൈഡ് EMFിൻ്റെ മാഗ്നിറ്റ്യൂഡ് എപ്പോഴും റെഡ്യൂസ് ചെയ്യപ്പെടുന്ന ഒരു എഫക്റ്റും അതുമൂലം പ്രൊഡ്യൂസ് ചെയ്യപ്പെടാം. നമുക്ക് സെൽഫ് ഇൻഡക്ഷൻ ഒന്നുകൂടി ഡീറ്റെയിൽഡ് ആയിട്ട് കാണുകയും അതിൻ്റെ എക്സ്പ്ലനേഷൻ ഡെഫിനേഷനൊക്കെ കാണാം. ഇവിടെ നമുക്ക് ഒരു കോയിൽ, ആ കോയിലിൽ കറണ്ട് ഇൻക്രീസ് ചെയ്യുന്നു. ഈ കറണ്ട് ഇൻക്രീസ് ചെയ്യുമ്പോൾ മാഗ്നറ്റിക് ഫ്ലക്സും ഇൻക്രീസ് ചെയ്യുന്നു, ഇൻഡ്യൂസ്ഡ് EMF ഉണ്ടാകുന്നു. ഇൻഡ്യൂസ്ഡ് EMF കറണ്ടിൻ്റെ ഈ ഗ്രോത്തിനെ അല്ലെ കറണ്ടിനെ ഇൻക്രീസ് ചെയ്യുന്നതിന് ഒപ്പോസ് ചെയ്യുന്നു. ഇപ്പോൾ ഇവിടെ കറണ്ട് ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് അപ്ലൈഡ് കറണ്ടെങ്കിൽ ഇൻഡ്യൂസ്ഡ് EMF മൂലമുള്ള കറണ്ട് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ ബാക്കിലേക്കായിരിക്കും ഫ്ലോ ചെയ്യുക. ഇത് സ്വിച്ച് ഓഫ് ചെയ്യുന്ന സമയമാണ്. സ്വിച്ച് ഓഫ് ചെയ്യുന്ന സമയത്ത് കറണ്ട് ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ തന്നെയാണ് അപ്ലൈഡ് കറണ്ട്, പക്ഷെ കറണ്ടിൻ്റെ മാഗ്നിറ്റ്യൂഡ് കുറയുന്നു. അതുമൂലം ഫ്ലക്സ് കുറയുന്നു, ഇൻഡ്യൂസ്ഡ് EMF ഉണ്ടാകുന്നു. ഇൻഡ്യൂസ്ഡ് EMF മാഗ്നറ്റിക് ഫ്ലക്സിൻ്റെ കുറവിനെ ഒപ്പോസ് ചെയ്യുന്നു. അതായത് സർക്യൂട്ടിലെ കറണ്ടിൻ്റെ ഡീക്കേനെ ഒപ്പോസ് ചെയ്യുന്ന വിധത്തിൽ ആക്ട് ചെയ്ത് കറണ്ടിനെ നിലനിർത്താൻ ശ്രമിക്കുന്നു. ഇപ്പോൾ ഇൻഡ്യൂസ്ഡ് EMF മൂലമുള്ള കറണ്ടിൻ്റെ ഡയറക്ഷൻ അപ്ലൈഡ് കറണ്ടിൻ്റെ അതേ ഡയറക്ഷനിൽ തന്നെ ആയിരിക്കും. Now we can define self-induction. Self-induction എന്താണെന്ന് പറഞ്ഞാൽ it is the property of a circuit by which it opposes the growth and decay of current in it. ഇനി വീണ്ടും നമ്മൾ ഒരു സോളിനോയിഡിൻ്റെ സെൽഫ് ഇൻഡക്ഷൻ എന്താണ്, സെൽഫ് ഇൻഡക്റ്റൻസ് എന്താണെന്നൊക്കെയാണ് കാണാനായിട്ട് പോവുക. ഇപ്പോൾ ഇവിടെ നമുക്കൊരു സോളിനോയിഡ് ഉണ്ട്. സോളിനോയിഡിനകത്തൂടെ കറണ്ട് ഫ്ലോ ചെയ്യുന്നു. കോയിലിനുള്ളിൽ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകുന്നു. ഈ കറണ്ട് ഇൻക്രീസ് ചെയ്യുകയോ ഡിക്രീസ് ചെയ്യുകയോ ചെയ്യുമ്പോൾ ആ മൂലം ഫ്ലക്സിൽ ചേഞ്ച് ഉണ്ടാവുകയും ഇൻഡ്യൂസ്ഡ് EMF ഉണ്ടാവുകയും ചെയ്യുന്നു. ഇതാണ് നമ്മൾ കണ്ടത്. നമുക്കറിയാം ഈ കോയിലിൽ കൂടി ഒരു കറണ്ട് ഫ്ലോ ചെയ്യുമ്പോൾ ഈ കോയിലിനുള്ളിൽ ഒരു മാഗ്നറ്റിക് ഫീൽഡും മാഗ്നറ്റിക് ഫ്ലക്സും പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട്. ഈ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ സ്ട്രെങ്ത്തും അതുപോലെ മാഗ്നറ്റിക് ഫ്ലക്സിൻ്റെ മാഗ്നിറ്റ്യൂഡും ഒക്കെ ഇതിൽ കൂടി ഫ്ലോ ചെയ്യുന്ന കറണ്ടിന് പ്രൊപ്പോർഷണലാണ്. സോ വി ക്യാൻ റൈറ്റ് phi is proportional to I, the current flowing through the coil. ഈ പ്രൊപ്പോർഷണൽ സൈൻ മാറ്റി ഈക്വൽ സൈൻ ആക്കാൻ വേണ്ടി ഒരു കോൺസ്റ്റൻറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യണം. ആ കോൺസ്റ്റൻറ്റിന് നമുക്ക് ക്യാപിറ്റൽ L എന്ന് കൊടുക്കാം. സോ ദ ഇക്വേഷൻ ഫോർ മാഗ്നറ്റിക് ഫ്ലക്സ് ക്യാൻ ബി റിട്ടൺ ആസ് phi equal to L into I. ഈ L എന്നുള്ള കോൺസ്റ്റൻറ്റിനെയാണ് ഈ കോയിലിൻ്റെ സെൽഫ് ഇൻഡക്റ്റൻസ് എന്ന് പറയുക. ഇപ്പോൾ ഒരു കോയിലിൻ്റെ സെൽഫ് ഇൻഡക്റ്റൻസ് എന്ന് പറയുന്നത് ആ കോയിലിൻ്റെ നമ്പർ ഓഫ് ടേൺസിനെയും അതുപോലെ അതിൻ്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷനെയും ലെങ്ത്തിനെയും ഒക്കെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു ക്വാണ്ടിറ്റിയാണ്.
അതിനുള്ള ഇക്വേഷൻ നമുക്ക് പിന്നീട് നമ്പർ ഓഫ് ടേംസിൻ്റെയൊക്കെ ടേംസിൽ ഡെറൈവ് ചെയ്യാനുണ്ട്. ഇപ്പോൾ നമ്മൾ അതിലേക്ക് പോകുന്നില്ല. ഇപ്പം നമ്മൾ ഈ മാഗ്നറ്റിക് ഫ്ലക്സിൻ്റെ ടേംസിൽ ഈ സെൽഫ് ഇൻഡക്റ്റൻസ് ഒന്ന് ഡിഫൈൻ ചെയ്യാൻ ശ്രമിക്കാം. ഈ ഇക്വേഷനകത്ത് നമുക്ക് I1 ആംപിയർ എന്ന് കൊടുക്കാം. അതായത് ഈ സർക്യൂട്ടിൽ കൂടി ഫ്ലോ ചെയ്യുന്ന കറണ്ട് 1 ആംപിയർ അല്ലെങ്കിൽ യൂണിറ്റ് കറണ്ട് ആണെന്ന് വിചാരിക്കാം. From this equation then we'll get phi equal to L. So how will you define the self-inductance L of the coil? You can define self-inductance of a coil as equal to the magnetic flux linked with the coil when unit current is flowing through the coil. ഇതാണ് സെൽഫ് ഇൻഡക്റ്റൻസ് അല്ലെങ്കിൽ കോഎഫിഷ്യൻ്റ് ഓഫ് സെൽഫ് ഇൻഡക്ഷന് നമ്മൾ കൊടുക്കുന്ന ഡെഫിനിഷൻ. So self-inductance of a coil is the magnetic flux linked with the coil when unit current is flowing through it. ഇപ്പോൾ നമ്മൾ കണ്ടു ഇതിൽ കൂടി കറണ്ട് ഫ്ലോ ചെയ്യുമ്പോൾ കോയിലിനുള്ളിൽ ഫ്ലക്സ് ഉണ്ട്. ആ ഫ്ലക്സിനുള്ള ഇക്വേഷനാണ് phi equal to L into I. ഇനി ഫ്ലക്സിന് ചേഞ്ച് ഉണ്ടാകുമ്പോൾ ഇതിനകത്ത് എന്തുണ്ടാകുന്നു? ഇൻഡ്യൂസ്ഡ് EMF ഉണ്ടാകും. ആ ഇൻഡ്യൂസ്ഡ് EMFൻ്റെ മാഗ്നിറ്റ്യൂഡ് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? മാഗ്നിറ്റ്യൂഡ് കാണാനായിട്ട് നമ്മൾ ഫാരഡേയുടെ സെക്കൻഡ് ലോയും അതുപോലെ ഡയറക്ഷൻ കാണാൻ ലെൻസസ് ലോയും കമ്പൈൻ ചെയ്തുള്ള ഇക്വേഷനാണ് യൂസ് ചെയ്യുക. ഇൻഡ്യൂസ്ഡ് EMFനുള്ള ഇക്വേഷൻ എന്താണ്? ഈസ് ഈക്വൽ ടു -d∅/dt. ഈ ഇക്വേഷനകത്ത് ഫൈക്ക് പകരം നമുക്ക് L into I എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. Then we'll get induced EMF is E equal to -d/dt of ഫൈക്ക് പകരം Li. L കോൺസ്റ്റൻ്റ് ആണ്. It is equal to -L into di/dt. So this is the equation to calculate the induced EMF produced inside a coil having a self-inductance capital L. ഇനി ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഈ കോയിലിൻ്റെ സെൽഫ് ഇൻഡക്റ്റൻസ് എന്ന് പറയുന്നത് കോയിലിൻ്റെ നമ്പർ ഓഫ് ടേൺസിനെയും ഏരിയ ഓഫ് ക്രോസ് സെക്ഷനെയും ലെങ്ത്തിനെയും ഒക്കെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു കോൺസ്റ്റൻറ്റ് വാല്യൂ ആണ്. അപ്പോൾ അവയുടെ ടേംസിൽ നമുക്ക് സെൽഫ് ഇൻഡക്റ്റൻസിനുള്ള ഇക്വേഷൻ ഡിറൈവ് ചെയ്യുക എന്നുള്ളതാണ് അടുത്ത ടോപ്പിക്. അതിനുവേണ്ടി ലെറ്റസ് കൺസിഡർ എ സോളിനോയിഡ് ഹാവിംഗ് ടോട്ടൽ നമ്പർ ഓഫ് ടേൺസ് ക്യാപിറ്റൽ N, ലെങ്ത് L, ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ക്യാപിറ്റൽ A. Then the number of turns per unit length of the coil can be written as small n equal to capital N divided by L. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു കോയിൽ നമുക്ക് കൺസിഡർ ചെയ്യാം. എന്നിട്ട് ഈ കോയിലിൽ കൂടി ഒരു കറണ്ട് ഫ്ലോ ചെയ്യുന്നു എന്ന് വിചാരിക്കാം. അങ്ങനെ കറണ്ട് ഫ്ലോ ചെയ്യുമ്പോൾ കോയിലിനകത്തൊരു മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നു. ഈ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ സ്ട്രെങ്ത്തിനുള്ള ഇക്വേഷൻ നിങ്ങൾ ആംബീസ് സർക്യൂട്ടൽ തിയറം ഉപയോഗിച്ച് ഡിറൈവ് ചെയ്തിട്ടുണ്ട്. It is equation for intensity of magnetic field inside the solenoid. It is B is equal to μ0 into small n into I. ഇവിടെ സ്മോൾ n ഞാൻ ആദ്യമേ പറഞ്ഞു നമ്പർ ഓഫ് ടേൺസ് പെർ യൂണിറ്റ് ലെങ്ത് ആണ്. അപ്പോൾ ഈ സ്ട്രെങ്ത് ഉള്ള ഒരു മാഗ്നറ്റിക് ഫീൽഡാണ് ഈ കോയിലിനുള്ളിൽ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുക. അപ്പോൾ ഈ സ്ട്രെങ്ത് ഉള്ള ഒരു മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുകയാണെങ്കിൽ ഈ കോയിലിൻ്റെ ഓരോ ടേണിലുമുള്ള മാഗ്നറ്റിക് ഫ്ലക്സിൻ്റെ അളവ് എന്താണ്? മാഗ്നറ്റിക് ഫ്ലക്സ് ഈസ് റിലേറ്റഡ് ടു ഫീൽഡ് ഇൻറ്റൻസിറ്റി ബൈ ദ ഇക്വേഷൻ phi equal to B.A or BA cos theta. ഇവിടെ തീറ്റ 0 ആയതുകൊണ്ട് വി ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് B into A. അപ്പോൾ ഒരു കോയിലുള്ള ഫ്ലക്സ് B into A ആണ്. ഇപ്പോൾ N കോയിൽസിൽ ക്യാപിറ്റൽ N കോയിൽസ് ഉള്ള ഈ സോളിനോയിഡിലുള്ള ടോട്ടൽ ഫ്ലക്സ് കാണാൻ നമുക്ക് phi equal to B into A into capital N എന്നെടുക്കാം. അതിൽ ബിക്ക് പകരം μ0 into small n ആയി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. So the total flux through the solenoid is μ0 Ni into capital A into capital N. ഇതാണ് ടോട്ടൽ ഫ്ലക്സിനുള്ള ഇക്വേഷൻ ആംബിയസ് തിയറം ഒക്കെ ഉപയോഗിച്ച് നമുക്ക് കിട്ടുക. ഇനി ഇപ്പം നമ്മൾ സെൽഫ് ഇൻഡക്റ്റൻസിൻ്റെ ടേംസിൽ കണ്ടു കഴിഞ്ഞു. ഇതിനകത്തുണ്ടാകുന്ന മാഗ്നറ്റിക് ഫ്ലക്സിൻ്റെ അളവ് കറണ്ടിന് പ്രൊപ്പോർഷണലാണ്. ആൻഡ് വി ക്യാൻ റൈറ്റ് phi equal to L into I, വേർ L ഈസ് ദ സെൽഫ് ഇൻഡക്റ്റൻസ് ഓഫ് ദ കോയിൽ എന്നും. ഈ രണ്ട് ഇക്വേഷൻസ് തമ്മിൽ കമ്പയർ ചെയ്താൽ അതിൽ നിന്ന് I ക്യാൻസൽ ചെയ്താൽ എല്ലിൻ്റെ സ്ഥാനത്ത് ഇവിടെ എന്താ ഉള്ളത്? μ0 small n capital N into A. So that is the equation for the self-inductance of the coil in terms of the number of turns, area, etc.
So the equation for self-inductance of the coil is mu0 small n capital A into capital N. ഇവിടെ സ്മോൾ n എന്ന് പറയുന്നത് ക്യാപിറ്റൽ N by L ആണ്. ദാറ്റ് ഈസ് നമ്പർ ഓഫ് ടേൺസ് പെർ യൂണിറ്റ് ലെങ്ത്. Capital N is total turns. A is area of cross section of the coil. ഇവിടെ നമുക്ക് സ്മോൾ എന്നിന് പകരം ക്യാപിറ്റൽ N by L എന്ന് കൊടുക്കാം. അങ്ങനെ വരുമ്പോൾ ഇതിൻ്റെ ഇക്വേഷൻ L ഈക്വൽ ടു mu0 A n സ്ക്വയർ ബൈ L എന്നാവും. അതുപോലെ ക്യാപിറ്റൽ എന്നിന് പകരം സ്മോൾ n ഇൻറ്റു L എന്ന് കൊടുക്കാം. അന്നേരം ഇക്വേഷൻ ഇവിടെ സ്മോൾ n ഇൻറ്റു L എന്നായാൽ n ഇൻറ്റു n സ്ക്വയർ വരും. mu0 n സ്ക്വയർ AL എന്നും ആകും. എങ്ങനെയാലും വി ക്യാൻ സീ ദാറ്റ് the self-inductance of the coil is proportional to n square, that is proportional to the square of number of turns. അതായത് നമ്പർ ഓഫ് ടേൺസ് കൂടുന്തോറും സെൽഫ് ഇൻഡക്റ്റൻസ് വാല്യൂ കൂടുന്നു എന്നാണ് കൺക്ലൂഡ് ചെയ്യുക. ഇനി നമുക്കിതിൽ ഒരു ടോപ്പിക് കൂടെയുണ്ട്. അതായത് ഈ കോയിലിനകത്ത് നമ്മൾ പറഞ്ഞു കറണ്ട് ഇൻക്രീസ് ചെയ്യുമ്പോൾ മാഗ്നറ്റിക് ഫ്ലക്സ് ഇൻക്രീസ് ചെയ്യുന്നു, ഇൻഡ്യൂസ്ഡ് EMF ഉണ്ടാകുന്നു. ഈ ഇൻഡ്യൂസ്ഡ് EMF സർക്യൂട്ടിലെ അപ്ലൈഡ് കറണ്ടിന് ഒപ്പോസ് ചെയ്യുന്ന വിധത്തിൽ ആക്ട് ചെയ്യും. സർക്യൂട്ടിലെ കറണ്ടിൻ്റെ ഗ്രോത്തിന് ഒപ്പോസ് ചെയ്യുന്ന വിധത്തിൽ ആക്ട് ചെയ്യും. ഇപ്പോൾ സർക്യൂട്ടിലെ കറണ്ട് ഇൻക്രീസ് ചെയ്ത് മാക്സിമത്തിലേക്ക് എത്തണമെങ്കിൽ ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന ബാക്ക് EMFനെതിരെ വർക്ക് ചെയ്ത് വേണം കറണ്ടിൻ്റെ അളവ് മാക്സിമത്തിലേക്ക് എത്താൻ. അപ്പോൾ ഓരോ സ്റ്റെപ്പിലും ഇൻഡ്യൂസ്ഡ് EMF കൂടുന്നതനുസരിച്ച് കൂടുതൽ വർക്ക് ചെയ്യേണ്ടി വരും. അങ്ങനെ വർക്ക് ചെയ്ത് ആണ് അപ്ലൈഡ് കറണ്ട് സീറോയിൽ നിന്ന് മാക്സിമത്തിലേക്ക് എത്തുക. അങ്ങനെ ഓരോ സ്റ്റെപ്പിലും ഇൻഡ്യൂസ്ഡ് EMFനെതിരെ അപ്ലൈഡ് EMF ചെയ്യുന്ന വർക്ക് ഈ കോയിലിനുള്ളിൽ മാഗ്നറ്റിക് ഫീൽഡിൽ ഒരു പൊട്ടൻഷ്യൽ എനർജിയുടെ രൂപത്തിൽ സ്റ്റോർ ചെയ്യപ്പെടുന്നുണ്ട്. ഇനി കറണ്ട് ഡിക്രീസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കണ്ടു, കറണ്ട് ഡിക്രീസ് ചെയ്യുമ്പോൾ മാഗ്നറ്റിക് ഫ്ലക്സ് ഡിക്രീസ് ചെയ്യുന്നു. കോയിലുമായിട്ട് ലിങ്ക് ചെയ്ത് വരുന്ന ഫ്ലക്സ് ഡിക്രീസ് ചെയ്യുമ്പോൾ കോയിലിനകത്ത് വീണ്ടും ഇൻഡ്യൂസ്ഡ് EMF ഉണ്ടാകുന്നു. പക്ഷേ ഇപ്പോൾ ഇൻഡ്യൂസ്ഡ് EMF ഉണ്ടാകുന്നത് സർക്യൂട്ടിലെ കറണ്ടിൻ്റെ അതേ ഡയറക്ഷനിലാണ്. അത് സർക്യൂട്ടിലെ കറണ്ടിനെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നു. അപ്പോൾ ഈ സമയത്ത് ഉണ്ടാകുന്ന ഈ കറണ്ട് ഇൻഡ്യൂസ്ഡ് EMF ഉണ്ടാകുന്നത് നമ്മുടെ ഈ കോയിലിനകത്ത് സ്റ്റോർ ചെയ്തിരിക്കുന്ന പൊട്ടൻഷ്യൽ എനർജി യൂസ് ചെയ്തുകൊണ്ടാണ്. അതായത് സർക്യൂട്ടിലെ കറണ്ട് ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന ബാക്ക് EMFനെ ഒപ്പോസ് ചെയ്യുന്നതിന് വേണ്ടി അപ്ലൈഡ് EMF ചെയ്യുന്ന വർക്ക് പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് സ്റ്റോർ ചെയ്യപ്പെടുകയും അങ്ങനെ സ്റ്റോർ ചെയ്യപ്പെടുന്ന ആ ഒരു പൊട്ടൻഷ്യൽ എനർജി യൂസ് ചെയ്തുകൊണ്ട് കറണ്ട് ഡിക്രീസ് ചെയ്യുമ്പോൾ ബാക്ക് EMF ഉണ്ടായി അത് സർക്യൂട്ടിലെ കറണ്ടിനെ നിലനിർത്താനായിട്ട് സഹായിക്കുകയും ചെയ്യുന്നതായിട്ട് കാണാം. അപ്പം അങ്ങനെ ഒരു ഇൻഡക്ടറിനകത്ത് സ്റ്റോർ ചെയ്യപ്പെടുന്ന എനർജിക്കുള്ള ഒരു ഇക്വേഷനാണ് നമുക്ക് അടുത്തതായിട്ട് ഡെറൈവ് ചെയ്യേണ്ടത്. അതിനു വേണ്ടിയിട്ട് ലെറ്റ് us കൺസിഡർ എ കോയിൽ ഓഫ് സെൽഫ് ഇൻഡക്റ്റൻസ് ക്യാപിറ്റൽ L. Let I is the current in it at any instant of time small t during the growth of the current in it. അപ്പോൾ ഈ കോയിലിൽ I കറണ്ട് ഫ്ലോ ചെയ്യുമ്പോൾ അതിലെ മാഗ്നറ്റിക് ഫ്ലക്സിൻ്റെ വാല്യൂ എന്താ? Phi equal to L into I. ഇൻഡ്യൂസ്ഡ് EMFൻ്റെ മാഗ്നിറ്റ്യൂഡ് നമുക്ക് ലെൻസസ് ലോ വെച്ച് d∅dt ഉപയോഗിച്ച് കണ്ടുപിടിക്കാം. സോ ഇൻഡ്യൂസ്ഡ് EMF ഈസ് L into di/dt. ഇവിടെ നമ്മൾ നെഗറ്റീവ് സൈൻ ഇടുന്നില്ല. നെഗറ്റീവ് സൈൻ കാണിക്കുന്നത് ഇൻഡ്യൂസ്ഡ് EMF അപ്ലൈഡ് EMFന് ഓപ്പോസിറ്റാണെന്ന് മാത്രമേ, മാഗ്നിറ്റ്യൂഡ് മാത്രമേ കൺസിഡർ ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഇൻഡ്യൂസ്ഡ് EMFൻ്റെ മാഗ്നിറ്റ്യൂഡ് L into di/dt ആണ്. ഈ ഇൻഡ്യൂസ്ഡ് EMFനെതിരെ വർക്ക് ചെയ്ത് വേണം കറണ്ടിൻ്റെ അളവ് കൂട്ടാൻ. അപ്പോൾ കറണ്ടിൻ്റെ അളവ് DI അളവ് കൂട്ടാൻ വേണ്ടി ചെയ്യേണ്ട വർക്ക് കാണാനായിട്ട് work done against the induced EMF to increase the current DI in a time dt can be written as dW is equal to E into I into dt. EMFനെതിരെ ചെയ്യുന്ന വർക്കിനുള്ള ഇക്വേഷനാണ് E into I into dt. ഇവിടെ ഇക്ക് പകരം നമുക്ക് LdI/dt എന്ന് കൊടുക്കാം. പിന്നെ I dt ഓൾറെഡി ഉണ്ട്.
ഇവിടെ ഡി ടി ക്യാൻസൽ ചെയ്യും. സോ വിൽ ഗെറ്റ് LI/DI. ഇതാണ് DI കറണ്ട് കൂട്ടാൻ ഇൻഡ്യൂസ്ഡ് EMFനെതിരെ ചെയ്യേണ്ട വർക്കിനുള്ള ഇക്വേഷൻ. അങ്ങനെയാണെങ്കിൽ കറണ്ടിൻ്റെ അളവ് 0യിൽ നിന്ന് മാക്സിമത്തിലേക്ക് I0യിലേക്ക് ഇൻക്രീസ് ചെയ്യാൻ വേണ്ട വർക്ക് കിട്ടാൻ ഈ DWനെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ മതിയാവും. സോ ദ ടോട്ടൽ വർക്ക് ഈസ് ഒബ്റ്റെയിൻഡ് ആസ് ഇൻ്റഗ്രൽ 0 to I0 LI/DI. ഇവിടെ L കോൺസ്റ്റൻ്റ് ആണ്, അത് പുറത്തെടുക്കുന്നു. I/DIയുടെ ഇൻ്റഗ്രൽ എടുക്കുക. I⁻⁴ എന്നാണ്. ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ I⁻⁴ ഡിവൈഡഡ് ബൈ 1+1, അപ്പോൾ I²/2 എന്ന് കിട്ടും. ലിമിറ്റ് 0 to I0 കൊടുക്കുക. സോ ദ ഇക്വേഷൻ ബിക്കംസ് half LI02. And this work is stored as the potential energy inside the magnetic field of the solenoid. So the equation for the energy stored inside the inductor is half LI02. ഈ ഒരു എനർജിയാണ് സ്വിച്ച് ഓഫ് ചെയ്യുന്ന സമയത്ത് ബാക്ക് EMF റെഡ്യൂസ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നതും ആ സമയത്ത് ബാക്ക് EMF സർക്യൂട്ടിലെ കറണ്ടിനെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സഹായിക്കുന്നതും. താങ്ക് യു.